നമുക്കൊരു വചനം വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. पहला पत्रोस 3 का 18 वचन हम पढ़ेंगे. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്തു. इसलिए कि मसीह ने भी अर्थात अधर्मियों के लिए धर्मी ने पापों के कारण एक बार दुख उठाया ताकि हमें परमेश्वर के पास पहुंचाए. वो शरीर के भाव से तो घात किया गया परंतु आत्मा के भाव से जिलाया गया. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് നീതിമാനായ ഒരു കർത്താവ്. हमको मसीह अधर्मियों के लिए जो धर्मी ने पापों के कारण एक बार दुख उठाया. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ആദ്യം ലഭിക്കുന്ന അനുഭവമാണ് നീതികരം. यीशु मसीह पर जो विश्वास करता है उन पर मिलने वाला पहला अनुभव है धार्मिकता. യേശു ക്രിസ്തുവിൽ കൂടെ നീതിമാനായ പിതാവാം ദൈവം നമ്മെ ഓരോരുത്തരെയും നീതീകരിച്ചിരിക്കുന്നു. यीशु मसीह के द्वारा धर्मी परमेश्वर हम एक एक लोगों को धर्मी बनाया. നീതിമാനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരും നീതീകരിച്ചിരിക്കുന്നു. हमारा धर्मी परमेश्वर हालेलुया अपने इकलौते पुत्र प्रभु यीशु मसीह को हमारे लिए धरती पर भेजकर बलिदान के द्वारा हमको धर्मी बनाया. ഹല്ലേലൂയ. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്, ദൈവവചനം പറയുക, ദൈവത്തോട് അകന്നവരായിരുന്ന നാം ഓരോരുത്തരും ദൈവത്തോട് അടുക്കേണ്ടതിന് ക്രിസ്തു യേശു എന്ന ഏകജാതനായ പുത്രനെ പിതാവാം ദൈവം നമുക്ക് വേണ്ടി അയച്ചു. पाप के कारण परमेश्वर से कभी पास नहीं आ सकता था, लेकिन धर्मी परमेश्वर ने हमारे ऊपर दया कर रहम कर अपने इकलौते पुत्र प्रभु यीशु मसीह को काल्वरी क्रूस पर हालेलुया बलिदान दिलाकर हमको धर्मी ठहराकर परमेश्वर का करीब कर दिया. എന്തുകൊണ്ടാണ് നമ്മളുമായിട്ട് ദൈവത്തിന് അടുക്കാൻ സാധിക്കാത്തത്? क्यों हम परमेश्वर के नजदीक नहीं आ सकता? പാപം നിമിത്തം. ഹല്ലേലൂയ. हमारा पाप के कारण पवित्र परमेश्वर के चरणों में हम नहीं आ सकता. പാപം നിമിത്തം നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ സാധ്യമല്ല, പിതാവിന് നമ്മോട് അടുക്കുവാൻ സാധ്യമല്ല. पाप के कारण हम परमेश्वर की उपस्थिति में नहीं जा सकता, न परमेश्वर हमारे नजदीक नहीं आ सकता. അതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി പാപമോചനത്തിനായി നമുക്ക് വേണ്ടി ദാനം. हालेलुया. उस मनुष्य को पाप से छुटकारा देने के लिए अपना इकलौता पुत्र प्रभु यीशु मसीह को पाप शरीर पर धरती पर भेजकर बिना पाप से मानव कुल के लिए बलिदान दिलाया. നീതിമാനായ പിതാവാം ദൈവം തന്റെ നീതിമാനായ പുത്രനെ നൽകിക്കൊണ്ട് പാപത്തിന് മറുവിലായി യാഗം നൽകി നമ്മെ ഓരോരുത്തരെയും നീതീകരിച്ച് ശുദ്ധീകരിച്ച് അവന്റെ പ്രിയ മക്കളാക്കി. धर्मी परमेश्वर अपने इकलौते पुत्र यीशु मसीह जो हालेलुया बिना पाप का थोड़े से भी पाप न लगा हुआ उस यीशु मसीह को हमारे लिए धरती पर भेजकर उसके द्वारा बलिदान देकर हम सबको धर्मी बनाया. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാനുള്ള അധികാരം ലഭിച്ചു. इसलिए परमेश्वर की पवित्र वचन यूहन्ना 1:12 पर लिखता है, जो व्यक्ति प्रभु यीशु मसीह पर विश्वास करता है अर्थात उन पर अपने आप को समर्पण करता है, उनको प्रभु अपना संतान बनाता है. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ഇത് യേശു ക്രിസ്തു എന്ന ഏകജാതനിലൂടെ മാത്രമേ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ എത്തുവാൻ സാധ്യമാവൂ. पवित्र वचन हमको कहता है, अगर आप स्वर्ग राज्य प्राप्त करना चाहते हो, स्वर्ग राज्य का वारिस अगर बनना चाहता है तो एक ही रास्ता है, वो केवल प्रभु यीशु मसीह है. ഹല്ലേലൂയ. യേശു തന്നെ പറയുകയാണ്,
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. इसी बात को हमारे यीशु मसीह अपने मुंह से दोहराता है, मैं ही हूं मार्ग सत्य और जीवन, मेरे बिना कोई भी परमेश्वर के पास नहीं जा सकता. ഞാൻ ഈ നമ്മൾ ആദ്യം എടുത്ത വചനത്തിലൂടെ പറയട്ടെ, യേശു ക്രിസ്തുവിൽ അല്ലാതെ ഒരു വ്യക്തിയും നീതീകരണം പ്രാപിക്കുന്നു. यीशु मसीह के बिना कोई भी व्यक्ति धर्मी नहीं बन सकता. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ഈ രക്ഷ വന്നിരിക്കുന്നത്. इसी वजह से जो उद्धार है केवल यीशु मसीह का द्वारा ही है. നമുക്കൊരു വചനം കൂടെ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 8 മുതൽ താഴോട്ട് വായിക്കാം. रोमियों का पत्री 8 का 10 से हम एक बार और पढ़ेंगे. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുകയും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന നീ രക്ഷിക്കും. परंतु वो यह कहती है, यह कि वचन तेरे निकट है, तेरे मुंह में और तेरे मन में है. यह वही विश्वास का वचन है जो हम प्रचार करते हैं कि यदि तू अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुओं में से जिलाया, तो तू निश्चय उद्धार पाएगा. आमीन. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയും. यीशु मसीह को अपनी प्रभु जानकर और विश्वास करके उनको प्रभुता के लिए अपने जीवन को देते हुए वो आप मुंह से उसको अंगीकार करना. ഹല്ലേലൂയ. ആ നീതീകരണം, ദൈവം നമ്മളെ നീതീകരിച്ചത് നാം തിരിച്ചറിയേണ്ടത് ഏത് വഴിയാണ്? ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു മാർഗ്ഗം. परमेश्वर हमको धर्मी ठहराया तो किस तरीके से हम जाने? वो केवल यीशु मसीह ही है. ഹല്ലേലൂയ. ഞാൻ ഉദാഹരണമായി പറയട്ടെ, നമ്മളെ ഭരിക്കുന്ന ഇപ്പോൾ ആയിരിക്കുന്ന ഗവൺമെന്റ് നമുക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. हमारे को ऊपर हुकूमत करने वाला जो सरकार है, हालेलुया, कुछ एक हालेलुया बातें हमारे फायदा के लिए उन्होंने दिया है. ആ ആനുകൂല്യം നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. वो फायदाएं अगर हमको नहीं जानकारी है तो हमको नहीं मिले. നമുക്ക് സർക്കാർ നമുക്ക് ഇത്ര കിലോ 10 കിലോ അരി അല്ലെങ്കിൽ 25 കിലോ അരി, അതിന് വേണ്ട കാര്യങ്ങൾ, എണ്ണ, പഞ്ചസാര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുവദിച്ചിരിക്കുന്നു എന്ന് സർക്കാർ ഉത്തരവ് ഇട്ടു. പക്ഷെ അത് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്കത് പോയി അനുഭവിക്കാൻ, അത് മേടിക്കുവാനോ അത് പങ്കെടുക്കുവാനോ നമുക്ക് സാധ്യമല്ല. सरकार ने हमको कोटा के द्वारा थोड़ा चावल, थोड़ा और रेशन, जैसे तेल, दाल उन्होंने हमको लागू कर दिया. तो अगर आपको मालूम नहीं है लागू हो गया, जब तक आपको मालूम नहीं है आपको ये नहीं मिलने वाला, वो दूसरे लोग धोखा से उसको ले लेगा. അതേപോലെ തന്നെ പിതാവാം ദൈവം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി നമുക്ക് ദാനം നൽകിയ വ്യക്തിയാണ് യേശു ക്രിസ്തു. हालेलुया. इसी जैसा प्रभु यीशु मसीह पूरी मानव कुल के लिए हालेलुया खुशियां देने के लिए, उनको पाप से छुटकारा पाने के लिए और महा खुशियों के लिए दिया हुआ है प्रभु यीशु मसीह. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, യേശുവിന്റെ ജനനത്തെ ദൂതന്മാർ നാട്ടിലേമാരോട് വന്ന് പറഞ്ഞത് ഇതാ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങൾക്കായി അറിയിക്കും. इसीलिए यीशु मसीह का जन्म में स्वर्गीय दूतगण हालेलुया भेड़ चराने वाला सर्वांग के सामने आकर कहा, देखो सारे मानव के लिए जो खुशी की समाचार करके उन्होंने बताया गया. ഹല്ലേലൂയ, സ്തോത്രം. ഇത് യേശു ക്രിസ്തു എന്ന വ്യക്തി ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സർവ്വ മാനവ രാശിക്കുമുള്ള രക്ഷകനാണ്. हमारा प्रभु यीशु मसीह केवल एक जुड़ के लिए, कोई संस्था के लिए, कोई धर्म के लिए, कोई जाति के लिए नहीं, सारे मानव कुल के लिए उद्धार के कारण है प्रभु यीशु मसीह. आमेन.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ യേശുവിനെ നമ്മളെ ആ നീതീകരണം, നമുക്കുള്ള രക്ഷ എങ്ങനെ നമുക്ക് പ്രാപിക്കാം എന്നുള്ള ദൈവവചനപ്രകാരം പറയുന്നു. യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. परमेश्वर की पवित्र वचन में लिखा है रोमियों का पत्र 10:9 में, यदि आप अपने मुंह से यीशु को प्रभु जानकर अंगीकार और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुए में से जिलाया तो तू निश्चय उद्धार पाएगा. ആമേൻ. എന്താണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്? क्या आप दिल से विश्वास करना है? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. परमेश्वर ने उसे मरे हुओं के में से जिलाया. ഹല്ലേലൂയ. ദൈവം അവനെ നമുക്ക് വേണ്ടി അയച്ചു. അവൻ തന്റെ ശരീരത്തെ താൻ കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട 3-ാം ദിവസം എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കും. यीशु मसीह धरती पर आया, मेरे लिए उन्होंने कल्वरी क्रूस पर बलिदान हुआ, उन्होंने कष्ट खाया, कोड़े खाया, दर्द सहा, उनकी शरीर की आखिरी बूंद लहू भी मेरे लिए उन्होंने बहाया और उनको वो मरा, उनको दफनाई किया, तीसरे दिन जी उठा. ये सब कुछ मेरे लिए हुआ करके जब मैं विश्वास करता हूं तब मुझे उद्धार मिलता है. ആമേൻ. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി, ഹല്ലേലൂയ, അടുത്ത വചനം പറഞ്ഞ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും. आगे वचन में 10:10 पर लिखा, क्योंकि धार्मिकता के लिए मन से विश्वास किया जाता और उद्धार के लिए मुंह से अंगीकार किया जाता है. आमेन. हालेलुया. ഹല്ലേലൂയ. ഇതെന്തിനാ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്? നമ്മളെ നീതീകരിച്ച് ശുദ്ധീകരിച്ച് രക്ഷയ്ക്കായി മാറ്റിയിരിക്കുന്ന എന്തിനാ? ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുക. परमेश्वर का पवित्र वचन में ऐसा लिखा, क्यों हम लोगों को अपनी ताकत से अपने बल से कभी धार्मिक नहीं बन सकता. यीशु मसीह का लहू, वो निर्दोष लहू हम एक एक व्यक्तियों को शुद्ध करके धर्मी ठहराया और परमेश्वर के नजदीक कराया. इसलिए ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വായിച്ച പത്രോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഇത്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനമേ, ഞാൻ ഉറപ്പോടെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നാം ഇന്ന് ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തികളാണ്. हालेलुया. आज उद्धार पाया हुआ जनों, जो मैं समझता हूँ जो मीटिंग में जितने लोग हैं सब उद्धार पाया हुआ है. आपको ये मौका इसीलिए प्रभु ने दिया, आपको सर्वशक्तिमान के करीब लाए. വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാങ്ങൊണ്ട് ഏറ്റു പറഞ്ഞ് വെള്ളത്തിൽ സ്നാനപ്പെട്ട് നിൽക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, കർത്താവിനെ അംഗീകരിച്ച ദൈവജനമേ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാ. हालेलुया. आज मेरे साथ ये वचन सुनने वाले जो लोग प्रभु यीशु मसीह को अपने मुंह से अंगीकार कर बपतिस्मा लेकर पवित्र आत्मा का सामर्थ्य के द्वारा प्रभु के चरणों में बैठा हुआ व्यक्ति हो, प्रभु की आशीषों मैं आपसे कहता हूँ, आप परमेश्वर के नजदीक रहने वाला व्यक्ति है. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തെ 3-ാം അധ്യായത്തിൽ വീണ്ടും അതിന്റെ 21-ാമത്തെ വാക്യം പറയുന്നു, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്കു കളയാനുള്ളതല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയുടെ അപേക്ഷയത്രേ. हालेलुया. वहां पवित्र वचन में लिखा है, बपतिस्मा शरीर की मलाई को धोने के लिए नहीं, हालेलुया, परमेश्वर का. हालेलुया. वचन के अंदर लिखा, देखो, हालेलुया, यीशु मसीह की जी उठने के द्वारा अब हमें बचाता है, शुद्ध विवेक से परमेश्वर के वश में हो जाता. क्या अर्थ है?
ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയുടെ അപേക്ഷ അത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കേണ്ടതിന്. शुद्ध विवेक से परमेश्वर के वश में हो जाने का अर्थ है जो बपतिस्मा के द्वारा जो हमें मिलता है. യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും നീതീകരിച്ച് ദൈവത്തോട് അടുപ്പിച്ചിരിക്കുകയാണ്. यीशु मसीह के द्वारा हम एक एक व्यक्ति धर्मी होकर परमेश्वर के नजदीक लाया हुआ लोग है. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ മക്കളായി നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുക. आज हम एक एक व्यक्ति परमेश्वर का संतान कहलाकर धरती के बीच में है. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിൽ വീണ്ടും എടുത്തു പറയാണ് അതിന്റെ 11-ാമത്തെ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന്. हालेलुया. रोमियों का पत्र 10:11 पर लिखा है, हालेलुया, जो कोई उस पर विश्वास करता है वो कभी भी लज्जित नहीं होगा. ഇന്ന് പാവൊണ്ടൊന്ന് വിളിച്ചു പറഞ്ഞേ, ആയിരിക്കുന്ന സ്ഥലത്തൊന്ന് വിളിച്ചു പറഞ്ഞേ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഇന്ന് ലജ്ജിച്ചു പോകയില്ല. हालेलुया. जहां जहां वहां बैठा हुआ है अपनी छाती पर हाथ रखकर ये कह दीजिए, मैं यीशु मसीह पर विश्वास करता हूं इसलिए मैं लज्जित नहीं होगा. വീണ്ടും ദൈവവചനം പറയും, യഹൂദനെന്നോ യവനോ വ്യത്യാസമില്ല, എല്ലാവരും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. हालेलुया. यीशु पवित्र वचन हमको बताता है कोई जाति दूसरी जाति करके कोई भेदभाव नहीं, वो अपने आप को सौंपने के लिए हालेलुया हर एक के लिए काफी है. സമ്പന്നനായ ഒരു പിതാവിന്റെ മക്കളാണ് നാം ഓരോരുത്തരും. बहुत बड़ा धनी परमेश्वर है जो परमेश्वर जो हम सब जाति भेद के बिना हमको आशीष दे सकता है. ക്രിസ്തു യേശു മുഖാന്തരം ആ സമ്പന്നനായ പിതാവിന്റെ അവകാശികളായി മാറിയിരിക്കുക നാം ഓരോരുത്തരും. हालेलुया. यीशु मसीह के द्वारा उस धनी परमेश्वर का हालेलुया संतान बन गया है हम के. 13-ാമത്തെ വാക്യം പറയുക, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. हालेलुया. जो लोग परमेश्वर का नाम को पुकारता है, हालेलुया, जो प्रभु का नाम को जो पुकारता है वो सब उद्धार पाएगा. ഇന്ന് പ്രിയ മക്കളെന്ന പദവി എന്തുവാന്ന് തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് ആവശ്യമാണ്. हम लोग सब प्रिय संतान होकर परमेश्वर को चरणों में हम वास करना है, हमको जानकारी होना है. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് 1-15 അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. हालेलुया. प्रेरित पौलुस कोरिन्थियों का पत्री में बोलता है, हे मेरे प्रिय भाइयों, तुम मसीह में हालेलुया बढ़ते जाओ, कभी डगमगाना नहीं. നമ്മളായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അത് കർത്താവിന് എന്നവണ്ണം ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ അത് നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹവും ഉയർച്ചയും മാന്യതയുമായി മാറും. अगर आप सही में विश्वास कर प्रभु पर बने रहेगा तो जैसे प्रेरित पौलुस कुरिन्थियों का पत्र 1:15-58 में लिखा है, वे मेरे प्रिय भाइयों दृढ़ और अटल रहो और प्रभु के काम में सर्वदा बढ़ते जाओ, क्योंकि वो जानते हैं कि तुम्हारा परिश्रम प्रभु में व्यर्थ नहीं है. वो प्रभु हम एक को बढ़ाने के लिए काफी है. Amen. Hallelujah. ആമേൻ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, ഹല്ലേലൂയ, നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് ഹല്ലേലൂയ എപ്പോഴും അറിഞ്ഞിരിക്കണം. हमारा परिश्रम प्रभु में व्यर्थ नहीं है, इसलिए हम डगमगाना नहीं, हम दृढ़ रहो. ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശികളുമാണ് നാം ഓരോരുത്തരും. परमेश्वर का वारिस और यीशु मसीह के साथ सहवारिस है. യേശു നമുക്ക് പറഞ്ഞിരിക്കുന്ന തന്റെ യാത്രാമധ്യേ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും
എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. प्रभु यीशु मसीह ने अपनी जी उड़ने का रूपांतर होने के पहले अपने चेलों को बुलाकर कहा, स्वर्ग और पृथ्वी के सारे अधिकार परमेश्वर मेरा पिता ने मुझे सौंपा गया। മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. हालेलुया। मत्ती रचित सुसमाचार उसका 28 का 18 पे लिखा है, യേശു അവരുടെ അടുത്ത് ചെന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. यीशु ने बोला, उनके नजदीक आकर बोला, स्वर्ग और पृथ्वी का सारे अधिकार मुझे दिया गया है। ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും, ഞാനോ ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അറിയിച്ചു. इसलिए तुम जाकर सब जातियों के लोगों को चेला बनाओ और उन्हें पिता पुत्र और पवित्र आत्मा के नाम पर बपतिस्मा दो, और जो बातें मैंने तुम्हें आज्ञा दी है उनको मानना सिखाओ, और तुम्हारे संग होगा। സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചിരിക്കുന്നു. स्वर्ग और पृथ्वी का सारे अधिकार पाया हुआ प्रभु यीशु मसीह। ഹല്ലേലൂയ. ഇന്ന് അതേ അധികാരം ലഭിച്ചിരിക്കുന്ന ദൈവജനമായ എന്നെ കേൾക്കുന്നു. वही अधिकार पाया हुआ हालेलुया जन है जो आज मेरे साथ वचन सुन रहे हो। ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞ ആ ദൈവത്തിന്റെ അവകാശം ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശം. परमेश्वर की पवित्र वचन कहते हैं, हम परमेश्वर का मिराज में हैं और प्रभु यीशु मसीह में सह मिराज में है। ആ യേശു മശിഹായ്ക്ക് കർത്താവിന് നൽകിയിരിക്കുന്ന അവകാശം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച കർത്താവിന്റെ അതേ അധികാരം ലഭിച്ച ദൈവമക്കളാ വീണ്ടും ജനിച്ച ഒരു ദൈവ പദ്ധതിയില്. हालेलुया। यीशु मसीह को जितने अधिकार जितने मिराज है स्वर्ग में, उतनी मिराज को पाया हुआ जन है जो प्रभु यीशु मसीह को पाया हुआ लोग। आमीन। ഹല്ലേലൂയ. സ്തോത്രം. ഇതെങ്ങനെയാ നമുക്ക് ലഭിക്കുന്നത്? ये किस तरीके से हम प्राप्त कर रहे हैं? അവന്റെ കൂട്ടായ്മയിലൂടെ. അവനെ ഹല്ലേലൂയ അവനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ അവൻ നമ്മുടെ രക്ഷയ്ക്കും നീതീകരണത്തിനുമായി തീർന്ന് ദൈവ പൈതലായി തീരുന്നു നാം ഓരോരുത്തരും. हालेलुया। उनके साथ संगति करने के द्वारा उनको हम अपने हृदय के अंदर उद्धार करता हमारा स्वामी करके जब हम स्वीकार करते हैं, तब हम परमेश्वर के साथ हालेलुया मिराज में सहभागी हो जाता है। ഹല്ലേലൂയ. അതുകൊണ്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്ന, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. हालेलुया। इसलिए कोलोसियों का पत्र 2 अध्याय इसका 6 वचन में लिखा है, जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है वैसे ही चलते रहो। അവന്റെ കൂട്ടായ്മയിൽ നടന്നാൽ മാത്രമേ നമ്മുടെ അധികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമാവുള്ളൂ. उनके साथ जब तक सहभागिता नहीं करेगा तब तक उन्होंने आपके लिए किया हुआ बातों को आपको जानकारी नहीं होगा। യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവ പൈതലേ നാം ഒത്തിരും ദൈവ മക്കളായി തീർന്നു. हालेलुया। हम जब यीशु मसीह पर विश्वास किया है तब हमको हम परमेश्वर के संतान बन गया है। മക്കളായി തീർന്നുവെങ്കിൽ ആ പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. हम अगर बच्चा बन गया तो पिता के साथ जो सहभागिता है उस पे बने रहना जरूरी है। അതുകൊണ്ടാണ് ദൈവവചനം അവനിൽ വേരൂന്നി പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. हालेलुया। इसलिए पवित्र वचन हमको बताता है, उसी में जड़ पकड़ते और बढ़ते जाओ और जैसे तुम सिखाए गए वैसे ही विश्वास में दृढ़ होते जाओ। ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം, आपको जिसे उपदेश करके दिया है उस जैसा। ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു താൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു. इसलिए यीशु मसीह ने कहा है, जैसे मैंने तुमको हालेलुया जो शिक्षा दिया है उसी जैसा।
അതുകൊണ്ട് തന്നെ നാം കേൾക്കുന്ന ഉപദേശം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. इसलिए हम जो उपदेश को प्राप्त करते हैं उस पर बड़े ध्यान देना जरूरी है. ഹല്ലേലൂയ. നമുക്ക് ഒരു വഴിയും സത്യമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. हमारे लिए एक ही रास्ता है, एक ही सत्य है, एक ही जीवन है, वो केवल यीशु मसीह है. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ, അവനെ വേരൂന്നി അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. हालेलुया. इसलिए पत्रोस कहता है, जैसे तुम प्रभु यीशु मसीह को अपनाया उसी जैसा उनकी सहभागिता में बने रहो. അവനിൽ വേരൂന്നി അവന്റെ ഹല്ലേലൂയ, അവനിൽ വേരൂന്നി ഹല്ലേലൂയ, അവന്റെ ഉപദേശം എന്തുവാന്ന് തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്, ജീവിക്കേണ്ടത് ആവശ്യമാണ്. उन पर जड़ पकड़कर उन पर बने रहकर उनके उपदेश को पहचान कर उस पर बने रहना बहुत जरूरी है. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഹല്ലേലൂയ പൗലോസ് തന്നെ വീണ്ടും റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ വീണ്ടും വിളിച്ചു പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാവും. रोमियो का पत्र 8 पे इसलिए फिर पौलुस बोलता है, जो परमेश्वर की पवित्र आत्मा के द्वारा जो भी लोग चलते हैं वो सब परमेश्वर की संतान है. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ നടത്തപ്പെടേണ്ടത് അനിവാര്യമാണ്. इस युग में पवित्र आत्मा का द्वारा चलना बहुत जरूरी है. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണ്. हम एक लोग परमेश्वर के संतान हैं. ആ മക്കളെങ്കിലോ അവകാശികളാവുന്നു. നമുക്ക് വേണ്ട സൗഖ്യത്തിന് അവകാശമാണ്, സാമ്പത്തിക മേഖല വിടുതലിന് അവകാശിയാണ്. हालेलुया. अगर मैं बेटा है तो मैं चंगाई के लिए, मैं उस विराज के लिए योग्य हूँ. अगर मैं हालेलुया जो भी परमेश्वर के पास है उस सब चीज के लिए मैं हालेलुया योग्य हूँ, क्योंकि मैं उनकी संतान है, मैं उनका मिरास पुत्र है. കർത്താവിന്റെ അവകാശിയായ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഈ ഭൂമിയിൽ മാത്രമല്ല ജയകരമായ ഒരു നിത്യജീവനോടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. यीशु मसीह पर जब हम विश्वास करते हैं, केवल इस दुनिया का थोड़ी सी शारीरिक हालेलुया बात अकेला नहीं, उससे बढ़कर हम लोगों को हालेलुया स्वर्गीय देश पे अनंत काल का जीवन में हालेलुया परमेश्वर के साथ एक सुख जीवन दिया हुआ है. ആമേൻ. ഈ തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ്. ये पहचान हमारे जीवन में बहुत जरूरी है. നാം എന്തിനു ഈ ഭൂമിയിൽ വന്നു എന്നും നാം എന്തിനു ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നും നാം എങ്ങോട്ട് കടന്നു പോകുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ ജയകരമായി ജീവിക്കാൻ സഹായിക്കുന്നത്. हम ये धरती पर क्यों आया, हम ये धरती पर हालेलुया जीवन बिताने के बाद कहाँ जाएंगे करके जो विचार है वही है जो व्यक्ति को जयवंत जीवन जीने का आशा देता है. അത് നാം ഓരോരുത്തർക്കും ക്രിസ്തു യേശു മുഖാന്തരം ലഭിക്കുന്നു. वो सब केवल प्रभु यीशु मसीह के द्वारा ही मिलता है. ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് സ്തോത്രം ചെയ്യാം. हम लोग मिलकर प्रभु को धन्यवाद करेंगे. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നമുക്ക് നിലനിൽക്കുക. യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച ഈ അനുഗ്രഹം, ഈ ഭൂമിയിലെ ജയകരമായ ജീവിതം, നിത്യജീവിതത്തിന്റെ അവകാശം, ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ദൈവാത്മാവിനാൽ, പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ നമുക്ക് अनिवार्यമാണ്. ये जो जयवंत जीवन ये धरती पर पाने के लिए हालेलुया हम जानते हो तो जानने के लिए और प्रभु की हालेलुया प्रभु हमारे लिए क्या क्या मिराज रखा है हालेलुया ये पहचानना है तो आपको निरंतर प्रभु की पवित्र आत्मा का सौभाग्यता जरूरी है. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എങ്കിൽ നമുക്ക് ഭയം നമ്മെ ഭരിക്കത്തില്ല. पवित्र आत्मा का एक अच्छे से सौभाग्यता अगर हमारे जीवन में है तो हमारे हमको डर कभी भी हमको डगमगाएगा नहीं. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ്
പൗലോസ് വ്യക്തമായിട്ട് പറയാൻ ദൈവാത്മാവും നടത്തപ്പെടുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാവും. इसलिए प्रेरित पौलुस कहता है पवित्र आत्मा का द्वारा चलाने वाला हर एक व्यक्ति हालेलुया परमेश्वर का संतान है. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യമാണ് അത് ദൈവത്തിൽ നിന്നോ പിശാചിൽ നിന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കും. हमारे जीवन को सामना करने वाला एक एक बात वो परमेश्वर से है या पर शैतान से है करके एक पहचान हमारे जीवन में होना बहुत जरूरी है. നമ്മുടെ കർത്താവിൽ നമ്മുടെ അപ്പനിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. हमारा पिता परमेश्वर से हमारे जीवन में केवल भले बात ही होता है. ഹല്ലേലൂയ. ചീത്ത രോഗം വരുന്നത് ദൈവത്തിൽ നിന്നുള്ളതല്ല. जो धरती में जो बीमारी आता है वो परमेश्वर के द्वारा नहीं आता. സാമ്പത്തിക പ്രയാസം കൊണ്ടുവരുന്ന ദൈവത്തിൽ നിന്നുള്ളതല്ല. जो आर्थिक अवस्था से जो कमजोरियां आते हैं वो परमेश्वर के द्वारा नहीं है. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ്. उसको पहचान कर उसको प्रतिकरण करना, उसके बारे में जानकारी और उसके लिए जो कमी घटी है उसको पूरा करना हमारे जीवन में जरूरी है. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, എന്നെ ഏറ്റവും ബലപ്പെടുത്തിയ ഒരു ദൈവവചനമാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 8-ാം അധ്യായത്തിനകത്തുള്ളത്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. हालेलुया. परमेश्वर की पवित्र वचन के अंदर लिखा है, रोमियो का पत्र 8:28 पर लिखा है, हालेलुया, हम जानते हैं कि जो लोग परमेश्वर से प्रेम रखते हैं उनके लिए सब बातें मिलकर भलाई ही को उत्पन्न करती है, अर्थात उन्हीं के लिए जो उसकी इच्छा के अनुसार बुलाए हुए हैं. आमेन, हालेलुया. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചന ഹല്ലേലൂയ. എന്റെ സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിൽ കടന്നുപോയ രോഗമാണോ അതിനെ അതിജീവിക്കാൻ കർത്താവിന്റെ ശക്തിയാൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. हालेलुया. अगर कोई बीमारी हमारे जीवन में आता तो परमेश्वर की पवित्र सामर्थ्य के द्वारा उसका सामना कर उसके ऊपर जीत पाना हमारे लिए प्रभु शक्ति देगा. പിശാചിന്റെ തന്ത്രത്തോട് എതിർത്തു നിൽക്കാൻ ദൈവവചനം. हालेलुया. शैतान की गतिविधियों को हालेलुया उस पर जयवंत रहने के लिए प्रभु हमको बोला है. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രത്തോട് നമ്മൾ ഓരോരുത്തരും എങ്ങനെ എതിർത്തു നിൽക്കുന്ന ആത്മാവിന്റെ ശക്തിയോട് വേണം എതിർത്ത് നിൽക്കാൻ. हालेलुया. शैतान का सामना किस तरीके से हम लोग सामना करते हैं? हालेलुया. पवित्र आत्मा का सामर्थ्य के द्वारा. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ഹല്ലേലൂയ, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള സ്വപുത്രത്തിന്റെ ആത്മാവിനെ അത്ര നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. और पौलुस बोलता है तुमको दास बने रहने के लिए हालेलुया दासों का आत्मा नहीं, अब्बा पिता करके पुकारने के लिए हालेलुया स्वपुत्र की आत्मा को हमको दिया है. ഹല്ലേലൂയ. രോഗത്തിന്റെ സമയത്ത് കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്ന കർത്താവിനെ വിളിക്കപ്പെട്ട എന്നെ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് നന്മയ്ക്കായി മാറ്റുന്ന ഒരു കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. जब मैं बीमारियों को सामना जब कर रहे थे तब मेरे अंदर ये थे कि मेरे जीवन में कुछ भी हो मेरा परमेश्वर उसको भलाई के लिए उत्पन्न करेगा करके मैं पूर्ण रूप से विश्वास करते थे. हालेलुया. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ രോഗത്തിന്റെ സാഹചര്യത്തിന് മുമ്പിലായിരിക്കും നിൽക്കുന്നത്, ഇപ്പൊ ഭീതിയുടെ സാഹചര്യത്തിലായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഭയപ്പെടാതെ ഞാനോ ലോകാവസാനത്തെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തവൻ, വാക്കുമാറാത്തവൻ നമ്മുടെ കൂടെയുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിക്കുവാൻ എന്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തും, എന്നെ പ്രാപ്തനാക്കും എന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. हालेलुया. जब रोग आता है, जब परेशानी आता है, जीवन का संघर्ष का सामना करते, यीशु ने बोला मैं धरती के अंत तक तुम्हारे संग रहूंगा. उसको विश्वास कर हमारे जीवन का हर एक मुश्किल परिस्थितियों को सामना कर उस पर जीत पाने के लिए
प्रभु का सामर्थ्य हम एक एक लोगों के अंदर होना जरूरी है। യേശു ക്രിസ്തുവിൽ മുഖാന്തരം വിശ്വസിച്ച് നാം ഓരോരുത്തരും ജലത്തിൽ സ്നാനപ്പെട്ട് അവനോട് നല്ല മനസാക്ഷി ആചരിച്ച വ്യക്തികള് ഓരോരുത്തരോടും കൂടെ ദൂതന്മാരും സ്വർഗീയ സൈന്യവും കൂടെ നിൽക്കുക. जब आप यीशु मसीह को अपना उद्धारकर्ता के रूप पर जब आप स्वीकार करते परमेश्वर का संतान बन जाता है, तब आपकी जीवन की हर एक परिस्थिति में स्वर्गीय दूतगण उतर कर आपको हर बात को, धरती के हर बात को सामना करने के लिए वो शक्ति और सामर्थ्य रहता है। ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരം ലഭിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാ നാം ഓരോരുത്തരും. അതേ അധികാരത്തിന്റെ കീഴിൽ അതേ അധികാരമായി നിൽക്കുന്ന നാം ഓരോരുത്തരും ആ തിരിച്ചറിവോടുകൂടെ കൽപ്പിക്കാൻ തയ്യാറായിരിക്കണം. स्वर्गीय यीशु ने बोला स्वर्ग और पृथ्वी का सारा अधिकार मुझ पर है, इसलिए हालेलुया वो अधिकार पाया हुआ हम हैं। इसलिए जीवन का हर एक परिस्थिति में उस अधिकार का हालेलुया इस्तेमाल करते हुए वहां मुश्किल परिस्थितियों को सामने जयवंत होने के लिए हम हमेशा अधिकार के साथ होना जरूरी है। आमीन, हालेलुया. विश्वसिक ചേർന്ന് ആർക്കും സ്തോത്രം ചെയ്യാം. विश्वास करने वाला मिलकर हालेलुया बोलेंगे. हालेलुया. നാം എപ്പോഴും ദൈവത്തെ പ്രിയ മക്കളായി നമ്മളെ വിളിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും മക്കളാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. हालेलुया. जब आपको परमेश्वर का संतान होने का पुकारा है तो हम एक एक व्यक्ति परमेश्वर का संतान है करके एक पहचान हमारे जीवन में होना है। കർത്താവിനെ യേശു ക്രിസ്തു മുഖാന്തരം നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് ആ ബോധ്യം നമ്മൾ ഓരോ നിമിഷവും ഉണ്ടായിരിക്കണം. यीशु मसीह के द्वारा हम धर्मी ठहरा गया करके एक जानकारी, एक पहचान हमारे जीवन हर पल होना चाहिए। പിശാചും മനുഷ്യനും നമ്മെ കുറ്റം ചുമത്തുമ്പോൾ നാം ക്രിസ്തു യേശു മുഖാന്തരം നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമ്മെ ആ കുറ്റം ചുമത്തുന്നതിൽ നിന്ന് അതിജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. शैतान और धरती का लोग जब हमारे ऊपर झूठ का हिसाब लगाता है, हालेलुया, हमारे ऊपर दोष लगाते वक्त आपको ये होश रहे मैं सर्वशक्तिमान का संतान हूँ, ये होश और मैं धर्मी हूँ, ये सोच जब आपके अंदर ये पहचान जब रहेगा आप उसके सामने जीत पाएगा। ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും അവകാശമുള്ളവരാണ്. ദൈവത്തിന്റെ കൂട്ടവകാശിയാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. हमको ये केवल ये धरती पर कुछ बात के लिए नहीं, अनंतकाल का जीवन में स्वर्ग राज्य में भी हम यीशु मसीह के साथ सह अधिकार पाया हुआ लोग हैं। ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശി എന്ന ബോധ്യം നാം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. परमेश्वर का मिरास और यीशु मसीह के साथ सहभागी हालेलुया अधिकार पाया हुआ लोग हैं हम। ഈ ബോധ്യമെല്ലാം പരിശുദ്ധാത്മാവുമായുള്ള കർത്താവുമായുള്ള ബന്ധത്തിലാണ് നമുക്ക് ദൃഢപ്പെടുന്നത്. हम लोग ये जो अधिकार का जो पहचान पवित्र आत्मा का सहभागिता के द्वारा ही हमारे अंदर दृढ़ होता है। ഹല്ലേലൂയ. ഈ തിരിച്ചറിവോടുകൂടെ വേണം ഓരോ സാഹചര്യത്തിലും നമുക്ക് വാഴുവാൻ. इस पहचान के साथ होना है हम ये हर एक जीवन की हर एक बात को ऊपर राज करने के लिए। ആ തിരിച്ചറിവോട് വാഴുവാൻ സാധിക്കാൻ ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. जब वो पहचान जब हम पाते हैं तब हम धरती पर एक जयवंत वाला जीवन हम जी सकता है। ഈ ഭൂമിയിൽ മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന് ഞാൻ കടന്നു പോകുമ്പോൾ എങ്ങോട്ടാ കടന്നു പോകുന്നത് എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ ഇതിന് സാധ്യമല്ല. जब वो पहचान जब हमारे अंदर होते हैं धरती के जीवन के बाद जब हम कहाँ जाएंगे करके एक पहचान है तो फिर धरती का कोई भी चीज हमको डगमगाएगा नहीं, डराएगा नहीं।
ഹല്ലേലൂയ. അതുകൊണ്ട് മക്കൾ എന്ന തിരിച്ചറിവ്, ഹല്ലേലൂയ, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, ക്രിസ്തുയേശുവിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, ക്രിസ്തുയേശുവിൽ എനിക്കുള്ള അധികാരം എന്താണെന്നുള്ള തിരിച്ചറിവ്, എനിക്ക് കർത്താവ് ആരാണ്, ഞാൻ കർത്താവിൽ ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ സകലത്തെയും ജീവിപ്പാൻ, സകലത്തെയും അതിജീവിപ്പാൻ, സകലത്തിന്മേൽ വാഴുവാൻ അധികാരം ലഭിച്ച പ്രിയ മക്കളാ, ദൈവ മക്കളാ എന്നുള്ള തിരിച്ചറിവോടുകൂടെ ജയകരമായി ജീവിക്കാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിപ്പാറാകട്ടെ. हालेलुया। हम परमेश्वर के संतान होकर यीशु मसीह के साथ सह अधिकारी बनकर हालेलुया जीवन का हर एक मुश्किल परिस्थितियों को सामना करने के लिए प्रभु की सामर्थ्य काफी है कर ये पहचान जब हम होता है तो हालेलुया जीवन में एक आनंद वाला जीवन, एक हालेलुया जयवंत वाला मसीह जीवन जीने के लिए प्रभु हम एक एक व्यक्तियों को दया करेगा, करुणा करेगा। प्रभु हर एक व्यक्तियों को इस बात के द्वारा आशीष देने पाए। आमीन। कर्ताव धाराளமாய் நினைக்கிறேன். God bless you in Jesus name. Amen. प्रभु सबको बहुतायत से आशीष दे। प्रभु हालेलुया, यीशु मसीह के द्वारा मैं सबको आशीष देता हूँ। थैंक यू पास्टर जी, हमारे बीच में आकर बहुत श्रेष्ठ जो हमारे लिए जो जरूरत है उस वजन को आप बांटा गया। प्रभु आपको बहुतायत से आशीष दे। हमारे कलीसिया के साथ जो आप संबंध रखा है प्रभु आपको बहुत बड़ा अद्भुत कार्य करे। थैंक यू सर, थैंक यू। आमीन।